Hello dear students. Now first let us discuss section 2.4, that is outer and inner approximation of Lebesgue measurable sets. Before going to the main proof of theorems, first let us check what is an excision property. So this is excision property. If A is a measurable set, A is a measurable set of finite outer measure that is contained in B. That is, A is like this. A is a subset of B with A is of finite outer measure. Then M star of B difference A is equal to M star of B minus M star of A. This is excision property. Okay. To prove that, we are supposing that A is a measurable set of finite measure. That meaning outer measure of A, M star of A is finite. That is M star of A is less than infinity. Excision property definition എന്താ പറയുന്നത് B any set containing A അല്ലേ, that is A subset of B. ഇത് നമ്മൾ assume ചെയ്തു. അത് A contain ചെയ്യുന്ന സെറ്റ് B ആണ്, A subset of B. ഇനി മെഷറബിലിറ്റിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് let A is measurable set അല്ലെങ്കിൽ E is measurable set and for any set A എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത് അല്ലേ. M star of E is equal to M star of A intersection E plus M star of A intersection E complement. ഇത് ഈ മെഷറബിളിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചാണ് എനി സെറ്റ് എക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണെന്നുള്ളത് എ മെഷറബിൾ ആണ്. അപ്പോൾ ഏത് സെറ്റ് ബി എടുത്താലും അത് ട്രൂ ആണ്. പക്ഷേ ഇൻ പെർട്ടിക്കുലർ നമുക്ക് എന്താ വേണ്ടത്, എ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ് ബി വേണം. അപ്പോൾ അതിനും അത് ട്രൂ ആയിരിക്കും അല്ലേ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് എം സ്റ്റാർ ഓഫ് ബി ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ പ്ലസ് എം സ്റ്റാർ ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. ഇത് എയുടെ മെഷറബിലിറ്റി യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ. ഇനി എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്താ വരിക, ഇത് എ, ഇത് ബി ആണ്, ഇത് എ ആണ്. എ ഇൻ്റർസെക്ഷൻ ബി എന്താ വരിക, ഓട്ടോമാറ്റിക്കായിട്ട് എ ആണ് വരിക അല്ലേ. അതുപോലെ ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്താ വരിക, ഇതാണ് നമ്മുടെ പവർ എക്സ് എന്ന് പറയുന്ന സെറ്റ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് വേണ്ടത്, ആറാണെന്ന് വിചാരിക്കുക. എ സബ്സെറ്റ് ഓഫ് ബി ആണ് അല്ലേ, ഇതാണ് ബി, ഇതിൻ്റെ ഉള്ളിൽ എ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ. ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം വരും അല്ലേ, ഈ ഗ്രീൻ കൊണ്ട് ചെയ്ത് ഇത്രയും ഭാഗം വരും. ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക, ഇതേ ഈ ഉള്ളിലത്തെ ഈ ഭാഗം കൂടി വരും അല്ലേ. അത് ഏതാണ് നോക്കി, ബി മൈനസ് ബി ഡിഫറൻസ് എ ആണ്. സോ നമ്മൾ ആ രണ്ട് വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ബി ഇൻ്റർസെക്ഷൻ എ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ ആൻഡ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ, നമുക്കറിയാം ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ബി ഡിഫറൻസ് എ ആണ്. വിച്ച് മീൻസ് എം സ്റ്റാർ ഓഫ് ബി ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ പ്ലസ് എം സ്റ്റാർ ഓഫ് ബി ഡിഫറൻസ് എ. ഇനി ബോത്ത് സൈഡിൽ നമ്മൾ എം സ്റ്റാർ ഓഫ് എ മൈനസ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ മൈനസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ആക്ച്വലി ഇതിന് ഈ വശത്തേക്ക് കൊണ്ടുപോകല്ല ചെയ്യുക, നിങ്ങൾക്കറിയാമല്ലോ അല്ലെ. രണ്ട് വശത്തും നമ്മൾ ആ വാല്യൂ മൈനസ് ചെയ്യാണ് ചെയ്യുക. മൈനസ് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കണം, ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ്. ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് എം സ്റ്റാർ ഓഫ് എ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. സോ വി ക്യാൻ സബ്ട്രാക്ട് ബോത്ത് സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ എം സ്റ്റാർ ഓഫ് എ, ദാറ്റ് ഈസ് എം സ്റ്റാർ ഓഫ് ബി മൈനസ് എ, എം സ്റ്റാർ ഓഫ് ബി മൈനസ് എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ബി ഡിഫറൻസ് എ. ദിസ് ഈസ് എക്സിഷൻ പ്രോപ്പർട്ടി. ഓക്കെ. Now let us go the main theorem, theorem 11 of this section. Let E be any set of real numbers, then each of the following four assertions is equivalent to the measurability of E. First one, outer approximation by open sets and G delta set. അപ്പോൾ E എന്ന് പറയുന്നത് ഇനി സെറ്റ് ഓഫ് മെഷറബിൾ സെറ്റാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതാണ് പറയുന്നത്, ഇനിയൊരു മെഷറബിൾ സെറ്റ് ഈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എടുക്കാം, E എന്ന് പറയുന്ന ഒരു മെഷറബിൾ സെറ്റ് ഉണ്ടെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു
ഓപ്പൺ സെറ്റും ജി ഡെൽറ്റ സെറ്റും നമ്മൾ പറയുന്നുണ്ട് സച്ച് ദാറ്റ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഔട്ടർ മെഷറിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇതിപ്പോൾ ഇത് ഒ എന്ന് പറയുന്നതും ഇത് ഇ ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് ഒ ഡിഫറൻസ് ഇ അല്ലേ. അപ്പോൾ നമുക്കിവിടെ എക്സ്റ്റൻഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഇത് ഫൈനൈറ്റ് ആണ്. മാത്രമല്ല ഇത് കണ്ടെയ്ൻ ചെയ്യുന്നത് ഇ ആണെങ്കിൽ ഈ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് സെറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എഫ് സിഗ്മ സെറ്റ് ഉണ്ടായിരിക്കും സച്ച് ദാറ്റ് ദെയർ ഡിഫറൻസ്, ഇപ്പോൾ എഫ് എന്ന് പറയുന്ന ക്ലോസ്ഡ് സെറ്റ് ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് ഇ മൈനസ് ഈ ഡിഫറൻസ് എഫ്, അല്ലെങ്കിൽ ഒരു എഫ് സിഗ്മ സെറ്റ് ഡിഫറൻസ് എഫ് സിഗ്മ അതും ലെസ് ദാൻ എപ്സിലോൺ ആണ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത് തിയറത്തിൽ കേട്ടോ. ഓക്കെ, that is for each epsilon greater than 0 there is an open set O. അപ്പോൾ മെഷറബിലിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, മെഷറബിലിറ്റി ഓഫ് ഇ ഉണ്ട് ഇവിടെ. ഓക്കെ, there is an open set O containing E for which m star of O difference E is less than epsilon, and there is a G delta set containing E for which m star of G difference E is equal to 0. That is outer approximation by open sets and G delta sets. This is inner approximation by closed sets and F sigma sets. ഇത് നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണ്ട, കാരണം ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ എല്ലാം കോംപ്ലിമെൻറ്റ് ഓപ്പൺ സെറ്റ്സ് ആണ്. ഒരു സെറ്റ് മെഷറബിൾ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് മെഷറബിൾ ആണ്. അപ്പോൾ അത് ഓപ്പൺ സെറ്റിന് ട്രൂ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ്ഡ് സെറ്റിന് അത് ട്രൂ ആയിരിക്കും. ഓക്കെ, അതേപോലെ ജി ഡെൽറ്റ സെറ്റിൻ്റെ എല്ലാം കോംപ്ലിമെൻറ്റ് നമുക്ക് എഫ് സിഗ്മ സെറ്റാണ്. ദാറ്റ് ഈസ് ജി ഡെൽറ്റ സെറ്റിന് അത് ട്രൂ ആണെങ്കിൽ എഫ് സിഗ്മ സെറ്റിനും കോംപ്ലിമെൻറ്റ് മെഷറബിൾ ആയതുകൊണ്ട് അത് ട്രൂ ആണ്. ഓക്കെ, അത് മാർക്ക് അനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രൂഫ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൂഫ് നോക്കാം. ഫസ്റ്റ് എന്താ വേണ്ടത്? ഇ എന്ന് പറയുന്ന ഒരു മെഷറബിൾ സെറ്റ് ഉണ്ടെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റുകൾ അല്ലെങ്കിൽ ജി ഡെൽറ്റ സെറ്റുകൾ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അതിൻ്റെ ഡിഫറൻസ് എം സ്റ്റാർ ഓഫ് ഒ ആണ് ഓപ്പൺ സെറ്റെങ്കിൽ എം സ്റ്റാർ ഓഫ് ഒ മൈനസ് ഇ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ജി ഡെൽറ്റ സെറ്റിൻ്റെ കേസിൽ എം സ്റ്റാർ ഓഫ് ജി മൈനസ് ഇ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ മെഷറബിൾ ആണെന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, മെഷറബിൾ ആണ്. മെഷറബിലിറ്റി എന്താ? ഔട്ടർ മെഷർ എന്താവും? ഫൈനൈറ്റ് ആവാം, ഇൻഫൈനൈറ്റ് ആവാം. അത് രണ്ട് കേസായിട്ട് നമ്മൾ പറയാൻ പോവാണ്. ആദ്യം ഫൈനൈറ്റ് എന്നുള്ള കേസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. നൗ എന്തായിരുന്നു ഔട്ടർ മെഷറിൻ്റെ ഡെഫിനിഷൻ? എങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്? എങ്ങനെയാണ് എം സ്റ്റാർ ഓഫ് ഇ ഡിഫൈൻ ചെയ്തിരുന്നത്? ഓർമ്മയുണ്ടാവും. ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഇയെ കവർ ചെയ്യുന്ന എല്ലാ ഓപ്പൺ കവേഴ്സ് എടുക്കും. കുറേ ഇപ്പോൾ യൂണിയൻ ഐ കെ എന്ന് പറയുന്ന കുറേ ഓപ്പൺ കവേഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇൻ്റർവെല്ലുകളുടെ എല്ലാം സം എടുത്ത്, ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എടുത്ത് അതിൻ്റെ സം, അങ്ങനെ എത്ര ഓപ്പൺ കവർ ഉണ്ടോ അതെല്ലാം എടുത്ത് അതിൻ്റെ ഇൻഫീമമാണ് നമ്മുടെ എം സ്റ്റാർ ഓഫ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെയുള്ള ഒരു ഓപ്പൺ കവറാണ് നമ്മളിവിടെ എടുക്കുന്ന ഐ കെ കേട്ടോ. ഒരു ഓപ്പൺ കവർ, അങ്ങനെയുള്ള കുറേ എണ്ണത്തിൻ്റെ ഓരോന്നിൻ്റെ ലെങ്ത് എടുത്ത സമ്മിൻ്റെ ഇൻഫീമാണല്ലോ എം സ്റ്റാർ ഓഫ് ഇ. നൗ by the definition of outer measure, there is a countable collection of open intervals which covers E and for which sigma k equal to 1 to infinity L of ik is less than m star of E plus epsilon. m star of E ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഇൻഫീമം വാല്യൂ ആണ് അല്ലേ. അപ്പോൾ പ്ലസ് എപ്സിലോൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ആ ഓപ്പൺ കവറുകളുടെ സെറ്റിൽ ഇങ്ങനെ ഒരു ഇലമെൻറ്റ് എന്തായാലും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഇൻഫീമത്തിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇൻഫീമം പ്ലസ് എപ്സിലോൺ ആണ് ഇത്. നൗ ഡിഫൈൻ O is equal to union k equal to 1 to infinity ik. ik ഒക്കെ ഓപ്പൺ ഇൻ്റർവെൽസ് ആണ്. കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ് ആണ് ik. അപ്പോൾ അതിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഓപ്പൺ സെറ്റാണ്. ഓക്കെ, ഇനി ഇത് ഓപ്പൺ ഐ കെ എന്ന് പറയുന്നത് ഓപ്പൺ കവറാണ് അല്ലേ ഈടെ. സോ ഓ അതായത് ഈ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഇ കെ ആണ്. ഓക്കെ, ഇതിനെ യു എന്ന് ഡിഫൈൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ദിസ് ഇസ് ഒ ആണെങ്കിൽ ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് ഒ. ദാറ്റ് ഈസ് ഒ ഈസ് ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ഇ. ബൈ ദ ഡെഫിനിഷൻ ഓഫ് ദ ഔട്ടർ മെഷർ ഓഫ് ഒ വി ഹാവ് m star of O is less than or equal to sigma k equal to 1 to infinity length of ik. അതെങ്ങനെയാണ് വന്നത്? യൂണിയൻ k equal to 1 to infinity ik എന്ന് പറയുന്നത് O ആണ്.
ദാറ്റ് ഈസ് ഈ യൂണിയൻ കെ ഈക്വൽ ടു അല്ലെങ്കിൽ കളക്ഷൻ ഐ കെ എന്ന് പറയുന്നത് ഓടിയും ഓപ്പൺ കവറാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള എല്ലാ ഓപ്പൺ കവറുകളുടെയും ഇൻ്റർവെല്ലുകളുടെ ലെങ്ത് എടുത്ത് അതിൻ്റെ സമ്മിൻ്റെ ഇൻഫീമമാണ് എം സ്റ്റാർ ഓഫ് ഒ. അങ്ങനെയുള്ള ഒരു ഓപ്പൺ കവറാണ് ഇവിടെ കെ ഈക്വൽ ടു 1 to infinity എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫീം ആയതുകൊണ്ട് എം സ്റ്റാർ ഓഫ് ഒ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഈക്വൽ ടു 1 to infinity എൽ ഓഫ് ഐ കെ. Now this sigma k equal to 1 to infinity L of I k is less than m star of E plus epsilon. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എം സ്റ്റാർ ഓഫ് ഒ ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ എന്ന് വരും. എം സ്റ്റാർ ഓഫ് ഇ ഫൈനൈറ്റ് ആണ് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോത്ത് സൈഡിൽ എം സ്റ്റാർ ഓഫ് ഇ കൊണ്ട് ഡിഫറൻസ് കാണാം. അപ്പോൾ ഇവിടെയും നമ്മൾ എം സ്റ്റാർ ഓഫ് ഇ മൈനസ് ചെയ്തു, ഇവിടെ എം സ്റ്റാർ ഓഫ് ഇ മൈനസ് ചെയ്തു. ദാറ്റ് ഈസ് എം സ്റ്റാർ ഓഫ് ഒ മൈനസ് എം സ്റ്റാർ ഓഫ് ഇ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇനി അപ്പോൾ നമ്മൾ ഈ ഫൈനൈറ്റ് ആവുന്ന കേസ്, ഔട്ടർ മെഷർ ഓഫ് ഈ ഫൈനൈറ്റ് ആവുന്ന കേസ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇൻഫൈനൈറ്റ് ആവുന്ന കേസ് കൺസിഡർ ചെയ്യാം. സപ്പോസ് ദാറ്റ് എം സ്റ്റാർ ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. Now E can be expressed as the disjoint union of countable collection EK equal to 1 to infinity of measurable sets and each of which has finite outer measure. M star of E infinite ആണെങ്കിലും അതിനെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം, in disjoint union of countable collection of measurable sets കൺസിഡർ ചെയ്യാം, each such that each of which EK has finite outer measure. ഇനി തൊട്ട് മുമ്പ് നമ്മൾ ഫൈനൈറ്റ് ഔട്ടർ മെഷറിൻ്റെ കേസിൽ നമ്മൾ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഒ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ഈയുടെ കേസിൽ. അപ്പോൾ ഇവിടെ ഇ കെ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഓരോന്നിനും കൺസിഡർ ചെയ്യുന്ന തൊട്ട് മുമ്പത്തെ റിസൾട്ട് അനുസരിച്ച് ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ സെറ്റ് ഓക്കെ കണ്ടെയ്നിങ് ഇ കെ സച്ച് ദാറ്റ് നമുക്ക് എന്താ നേരത്തെ കിട്ടിയത്, എം സ്റ്റാർ ഓഫ് ഒ ഡിഫറൻസ് ഇ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടിയില്ലേ. അപ്പോൾ അതുപോലെ ലെസ് ദാൻ എപ്സിലോണിന് പകരം ഞാൻ വാല്യൂ എപ്സിലോൺ ബൈ 2 raised to k എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ഓരോ ഫൈനൈറ്റ് ഔട്ടർ മെഷറുള്ള ഇ കെനി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഓക്കെ വി ക്യാൻ ഫൈൻഡ് സച്ച് എൻ ഓക്കെ സച്ച് ദാറ്റ് ഔട്ടർ മെഷർ ഓഫ് ദ ഡിഫറൻസ് എം സ്റ്റാർ ഓഫ് ഓക്കെ മൈ ഡിഫറൻസ് ഇ കെ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 raised to k. Again this each OK are open sets, then their countable union k equal to 1 to infinity OK is also open. We are defining it as O. Here ഈച്ച് ഓക്കെ എന്ന് പറയുന്നത് ഇ കെനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് അല്ലേ. ഓരോ ഓക്കെയും ഇ കെനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, ശരിയാണല്ലോ. എന്നിട്ട് തിരിച്ച് അല്ലേ, ഓരോ ഓക്കേന് ഇ കെനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതായത് ഇ കെ സബ്സെറ്റ് ഓഫ് ഓക്കെ ആണ് ഫോർ ഈച്ച് കെ. അതായത് യൂണിയൻ ഇ കെ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓക്കെ ആണ്, ശരിയാണല്ലോ. യൂണിയൻ ഇ കെ കെ ഈക്വൽ ടു 1 to infinity എന്ന് പറയുന്നത് വി ആർ ഡിഫൈനിങ് ദിസ് ആസ് ഇ. ദാറ്റ് ഈസ് ഇ ഈസ് സബ്സെറ്റ് ഓഫ് യൂണിയൻ 1 to infinity ഓക്കെ. ഇതിനെ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഒ എന്ന് പറയുന്ന സെറ്റായിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഒ ഈസ് ഈക്വൽ ടു യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഓക്കെ. ഓപ്പൺ ആണ്, എന്തുകൊണ്ടാണ് ഈച്ച് ഓക്കെ ഓപ്പൺ ആയതുകൊണ്ട്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഇ കെ. എന്താ റീസൺ, ഈച്ച് ഓക്കെ ഇ കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതായത് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഓക്കെ എന്ന് പറയുന്നത് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഇ കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഇ ആണ്. ദാറ്റ് ഈസ് ഒ കണ്ടെയ്ൻസ് ഇ. ആൻഡ് ഒ ഡിഫറൻസ് ഇ ഈസ് ഈക്വൽ ടു, ഒ എന്ന് പറയുന്നത് ഓൾറെഡി യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഓക്കെ ഡിഫറൻസ് ഇ ആണ് അല്ലേ, വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഓക്കെ ഡിഫറൻസ് ഇ കെ. നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സദാ വെൻ ഡയഗ്രാം വെച്ച് വരച്ചാലും നമുക്കതിൻ്റെ പ്രൂഫ് അറിയാം ഇതല്ലേ. അതായത് എ യൂണിയൻ ബി ഡിഫറൻസ് ഇ അല്ലേ എന്ന് പറയുന്നത് എ ഡിഫറൻസ് ഇ യൂണിയൻ ബി ഡിഫറൻസ് ഇ ആണല്ലേ. അതിൻ്റെ ഇൻഫൈനൈറ്റ് കേസ് കേട്ടോ. ദാറ്റ് ഈസ് എം സ്റ്റാർ ഓഫ് ഒ ഡിഫറൻസ് ഇ is less than or equal to m star of ഓക്കെ. ഇപ്പോൾ ഇത് നേരിട്ട് വരുമ്പോൾ എങ്ങനെയാണ് വരിക, ഇവിടെ നോക്കി എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ മോണോട്ടോണിസിറ്റി ഓഫ് ഔട്ടർ മെഷർ അനുസരിച്ച് എം സ്റ്റാർ ഓഫ് എ സബ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ബി എന്ന് വരും, ശരിയല്ലേ. അപ്പോൾ എം സ്റ്റാർ ഓഫ് ഒ ഡിഫറൻസ് ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity
ഓക്കെ ഡിഫറൻസ് ഇ കെ എന്ന് വരും. ഇനി എം സ്റ്റാർ ഓഫ് യൂണിയൻ എ അല്ലെങ്കിൽ ഇ ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യൂണിയൻ എം സ്റ്റാർ ഓഫ് ഇ ഐ ആണ് അല്ലേ, അല്ല സമ്മേഷൻ എം സ്റ്റാർ ഓഫ് ഇ ഐ ആണ് അല്ലേ. അതായത് എം സ്റ്റാർ ഓഫ് കെ ഈക്വൽ ടു 1 to infinity ഓക്കെ ഡിഫറൻസ് ഇ കെ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എം സ്റ്റാർ ഓഫ് ഓക്കെ ഡിഫറൻസ് ഇ കെ. ഇനി ഓക്കെ ഡിഫറൻസ് ഇ കെയുടെ ഔട്ടർ മെഷർ നമ്മൾ എന്താ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എപ്സിലോൺ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 raised to k എന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ. സോ ദിസ് ഈസ് വാല്യൂ എങ്ങനെ വരിക ഇവിടെ? എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മളെ സമ്മേഷന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ എപ്സിലോൺ ഇൻറ്റു കെ ഈക്വൽ ടു 1 വരുമ്പോൾ 1/2 വരും, പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ് പ്ലസ് എക്സിട്ര എന്നാണ് വരിക. ഇതെന്താ? സം ഓഫ് ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് ജി പി ആണ്. ഈ ജി പിയുടെ ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് ഹാഫും കോമൺ റേഷ്യോ ആർ എന്ന് പറയുന്നത് ഹാഫും ആയിട്ടുള്ള ജി പിയുടെ ടേംസിൻ്റെ സം ആണ് അല്ലേ. അതായത് സം എന്താണ്? a/1 - r ആണ്. a/1 - r എന്ന് പറയുമ്പോൾ 1/2/1 - 1/2 എന്ന് വരും, അതായത് 1. അപ്പോൾ ഇതിൻ്റെ സിഗ്മ എന്ന് പറയുന്നത് എപ്സിലോൺ ഇൻറ്റു 1 എന്നാണ് വരിക. ദാറ്റ് ഈസ് എം സ്റ്റാർ ഓഫ് ഓ ഡിഫറൻസ് ഇ ഈസ് എപ്സിലോൺ. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏത് മെഷറബിൾ സെറ്റ് എടുത്താലും അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടായിരിക്കും സച്ച് ദാറ്റ് ഔട്ടർ മെഷർ ഓഫ് ഇറ്റ്സ് ഡിഫറൻസ് ഓ ഡിഫറൻസ് ഇ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തു ഈ ഫൈനൈറ്റ് ആണെങ്കിലും അത് ട്രൂ ആണ്, രണ്ടാമത് ഈ ഇൻഫൈനൈറ്റ് ആണെങ്കിലും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇപ്പം അടുത്ത സെക്കൻഡ് പാർട്ട് എന്താണ്? ദർ എക്സിസ്റ്റ് ജി ഡെൽറ്റ സെറ്റ്. ജി ഡെൽറ്റ സെറ്റിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ജി ഡെൽറ്റ സെറ്റ് സച്ച് ദാറ്റ് ഈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ജി ഡെൽറ്റ സെറ്റ് ഉണ്ട് സച്ച് ദാറ്റ് എം സ്റ്റാർ ഓഫ് ജി ഡെൽറ്റ മൈനസ് ഇ ഈസ് 0 എന്നാണ് പ്രൂവ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ 1 അസ്യൂം ചെയ്തു, 1 ഹോൾസ് ഫോർ ഇ അത് അസ്യൂം ചെയ്തു, അത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രൂ ആണ്. അപ്പോൾ ഈ മെഷറബിൾ സെറ്റിന് ട്രൂ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇക്ക് അത് ട്രൂ, ഇവിടെ ഈ മെഷറബിലിറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇ എന്ന് പറയുന്ന സെറ്റിന് അത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫോർ ഈച്ച് നാച്ചുറൽ നമ്പർ കെ ചൂസ് ആൻ ഓപ്പൺ സെറ്റ് ഒ ദാറ്റ് കണ്ടെയ്ൻസ് ഇ ഫോർ വിച്ച് എം സ്റ്റാർ ഓഫ് ഓക്കെ ഡിഫറൻസ് ഇ ഈസ് ലെസ് ദാൻ എപ്സിലോണിന് പകരം ഒരു 1/k എന്നുള്ള വാല്യൂ കൊടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, നൗ ഡിഫൈൻ ജി ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത് ശരിയാണല്ലേ, ഏത് ഇ എടുത്താലും നമുക്കതിനെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഓപ്പൺ സെറ്റ് ഓക്കെ കാണാൻ പറ്റും സച്ച് ദാറ്റ് ഫോർ വിച്ച് എം സ്റ്റാർ ഓഫ് ഓക്കെ ഡിഫറൻസ് ഇ ഈസ് ലെസ് ദാൻ 1/k. അതിൻ്റെ ഇൻ്റർസെക്ഷനെ ഞാൻ ജി എന്ന് വിളിക്കാൻ പോവാണ്. ഇൻ്റർസെക്ഷൻ കെ ഈക്വൽ ടു 1 to infinity ഓക്കെ, ആൻഡ് ഹിയർ ജി ഈസ് എ ജി ഡെൽറ്റ സെറ്റ് ആൻഡ് ഈച്ച് ഓക്കെ കണ്ടെയ്ൻസ് ഇ ആണ് അല്ലേ. അപ്പോൾ ഇൻ്റർസെക്ഷൻ ഓഫ് ഓക്കെ എന്ന് പറയുന്നതും ഷുഡ് കണ്ടെയ്ൻ ഇ, ദാറ്റ് ഈസ് ജി ഈസ് എ ജി ഡെൽറ്റ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഇ. നൗ ജി difference E is a subset of OK difference E for each K, and by monotonicity of outer measure. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജി ഇൻ്റർസെക്ഷൻ ആണ്. ജി ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് ജി എന്ന് പറയുന്നത് ഓരോ ഒക്കെയുടെയും സബ്സെറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജി ഡിഫറൻസ് ഇ കെ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ഓക്കെ ഡിഫറൻസ് ഇ ഫോർ ഈച്ച് കെ. ഓക്കെ, ഇനി അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ബി ആണല്ലോ അല്ലേ, മോണോട്ടോണിസിറ്റി അനുസരിച്ച് ഔട്ടർ മെഷറിൻ്റെ മോണോട്ടോണിസിറ്റി. സോ ജി ഡിഫറൻസ് ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് ഓക്കെ ഡിഫറൻസ് ഇ ആണെങ്കിൽ എന്താ വരിക? എം സ്റ്റാർ ഓഫ് ജി ഡിഫറൻസ് ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ഓക്കെ ഡിഫറൻസ് ഇ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ, ദാറ്റ് ഈസ് വി ഓൾറെഡി അസ്യൂം ദാറ്റ്, വിച്ച് therefore m star of g difference e equal to 0. This is true for every k ആണല്ലേ. സോ k converges to infinity ആകുമ്പോൾ this is 1/k converges to 0 ആയിരിക്കും അല്ലേ. സോ this is m star of അത് k നോക്കിയേ ഇൻഫിനിറ്റി ആണ്, k equal to 1 to infinity ഓക്കെ ആണ്. therefore m star of g difference e equal to 0 hence 2 holes. ഇനി 3, 4 നമുക്ക് ഫുൾ പ്രൂഫായിട്ട് എഴുതാം. അതിന് മുമ്പ് ഈയുടെ മെഷറബിലിറ്റിയും കൂടി നമ്മളൊന്ന് പറയാൻ പോവാണ്. നൗ assume the property 2 holes for E since a set of measure 0 is measurable. അപ്പോൾ ഇവിടെ സെറ്റ് ഓഫ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. സെറ്റ് ഓഫ് മെഷറബിൾ സെറ്റാണ്. അപ്പോൾ ജി ഡിഫറൻസ് ഇ എന്ന് പറയുന്നത് എൻ്റെ ഔട്ടർ മെഷർ 0 ആയതുകൊണ്ട് ജി ഡിഫറൻസ് ഇ എന്ന് പറയുന്നത് ഒരു മെഷറബിൾ സെറ്റാണ്. ഓക്കെ, ആൻഡ് ഈസ് എ ജി ഡെൽറ്റ സെറ്റ്. ജി എന്ന് പറയുന്നത് ജി ഡെൽറ്റ സെറ്റാണ്. ദ മെഷറബിൾ സെറ്റ്സ് ആൻഡ് ഓൾജിബ്ര. ഓൾജിബ്ര ആണെങ്കിൽ അവിടെ കോംപ്ലിമെൻറ്റ്സും യൂണിയനും ഇൻ്റർസെക്ഷനൊക്കെ ഉണ്ടാവും അല്ലേ.
സോ ഹിയർ ഇ എന്ന് പറയുന്നത് ജി ഇൻ്റർസെക്ഷൻ ജി ഡിഫറൻസ് ഇ കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ ജി ഡിഫറൻസ് ഇയുടെ ഔട്ടർ മെഷർ 0 ആയതുകൊണ്ട് അത് മെഷറബിൾ ആണ്. മെഷറബിൾ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് മെഷറബിൾ ആയതുകൊണ്ട് ജി ഡിഫറൻസ് ഇയുടെ കോംപ്ലിമെൻറ്റ് മെഷറബിൾ ആണ്. ജി ഇസ് എ ജി ഡെൽറ്റ സെറ്റ്, ഹെൻസ് ഇറ്റ് ഈസ് എ മെഷറബിൾ സെറ്റ്. അപ്പോൾ രണ്ട് മെഷറബിൾ സെറ്റിൻ്റെ ഇൻ്റർസെക്ഷനാണ് ഇ ആയിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ജി ഇൻ്റർസെക്ഷൻ ജി ഡിഫറൻസ് ഇ ഓ കോംപ്ലിമെൻറ്റ് നമുക്ക് ഇനെ കൺസിഡർ ചെയ്യാം. സോ ഇ ഈസ് മെഷറബിൾ. ഓക്കെ, ഇപ്പം നമ്മൾ തൊട്ടുമ്പോൾ അത് ട്രൂ ആണെങ്കിൽ എന്നാണ് പറഞ്ഞു തുടങ്ങിയത് അല്ലേ. അത് നമ്മുടെ അസംഷൻ ആവശ്യമുള്ള ഒരു ഇ എടുത്തിട്ടാണ് ചെയ്തത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ മെഷറബിലിറ്റി അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് അസ്യൂം ഇങ്ങനെയാണെങ്കിൽ ഈ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു മെഷറബിൾ സെറ്റ് ആയിരിക്കും. സോ വി പ്രൂവ് ദ സെക്കൻഡ് പാർട്ട്. തേർഡ് പാർട്ട് ഫോർത്ത് പാർട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു ദ പ്രൂഫ് ഫോളോസ് ഫ്രം ദ ഡി മോർഗൻസ് ഐഡൻറ്റിറ്റീസ് ടുഗദർ വിത്ത് ഒബ്സർവേഷൻസ് ദാറ്റ് എ ഈസ് സെറ്റ് ഈസ് മെഷറബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇസ് കോംപ്ലിമെൻറ്റ് ഈസ് മെഷറബിൾ. സോ ജി ഡെൽറ്റ സെറ്റ് മെഷറബിൾ ആണ്, ഈ മെഷറബിൾ ആണ്. അതിൻ്റെ കോംപ്ലിമെൻറ്റ് എഫ് സിഗ്മ സെറ്റ് മെഷറബിൾ ആണ്. ഓപ്പൺ സെറ്റിൻ്റെ കേസിൽ അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്തായാലും ക്ലോസ്ഡ് സെറ്റാണ്, അപ്പോൾ അത് മെഷറബിൾ ആണ്. ആ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് 3ഉം 4ഉം ഓട്ടോമാറ്റിക്കായിട്ട് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഞാൻ വായിക്കാം. ദ പ്രൂഫ് ഫോളോസ് ഫ്രം ഡി മോർഗൻസ് ഐഡൻറ്റിറ്റീസ് ടുഗദർ വിത്ത് ഒബ്സർവേഷൻസ് ദാറ്റ് എ സെറ്റ് ഈസ് മെഷറബിൾ if and only if its complement is measurable. A set is open if and only if its complement is closed. A set is F sigma if and only if its complement is G delta. അപ്പോൾ ഒരു സെറ്റിനൊക്കെ ട്രൂ ആണെങ്കിൽ നമ്മുടെ മെഷറബിലിറ്റി അനുസരിച്ച് കോംപ്ലിമെൻറ്റിനെല്ലാം അത് ട്രൂ ആണ്. ഓക്കെ, ദിസ് ഈസ് തിയറം. അടുത്ത തിയറം നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ.